ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിൻ്റെ 1-ാം പുസ്തക പഠനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന ദൈവവചന പഠന പരമ്പരയാണ് അങ്ങ് കേൾക്കുന്നത്. ശമൂവേലിൻ്റെ പുസ്തകത്തെ അധികരിച്ചുള്ള 8-ാമത്തെ എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുമ്പോൾ 1-ാം അധ്യായത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ ഹന്നായുടെ ജീവിതത്തിലൂടെയുള്ള ആത്മീക യാത്ര നാം ഇന്നും തുടരുകയാണ്. വേദപുസ്തകത്തിൽ മാതൃകയായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു സ്ത്രീരത്നമാണ് ഹന്ന. നമുക്കറിയാവുന്നതുപോലെ ശമൂവേൽ പ്രവാചകൻ്റെ മാതാവ്. ഹന്നായുടെ ജീവിതത്തിൻ്റെ വിജയം ആത്മീക വിജയത്തിൻ്റെ 1-ാമത്തെ രഹസ്യമായി നാം ഓർത്തു തുടങ്ങിയത് പ്രതിയോഗിയായി നിലകൊണ്ട പെനീനയോട് യാതൊന്നും പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, യഹോവ ഹന്നായുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അഥവാ പെനീന അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. ഇവിടെ പെനീന എന്ന സഹപത്നി ഒരു പ്രതിയോഗിയായി പെരുമാറുന്ന ചരിത്രം. എന്നാൽ നാം ഓർത്തു തുടങ്ങിയതുപോലെ സർവശക്തൻ്റെ ഹിതത്തിന് സമർപ്പിച്ച ഹന്ന തൻ്റെ മുൻപിൽ വന്ന ഈ പ്രതിയോഗിയുടെ പിന്നിലുള്ള യഥാർത്ഥ പ്രതിയോഗിയായ പിശാചിനെ തിരിച്ചറിയുകയും അവൾ ദൈവമുൻപാകെ ശാന്തമായിരുന്ന് പ്രതികരണത്തിന് മുതിരാതെ ഇരുന്നു എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ വരുമ്പോൾ, പിശാചിൻ്റെ കെണികൾ തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ വിശ്വാസികൾ പലതിനോടും മനുഷ്യരോടുമൊക്കെ വല്ലാതെ പ്രതികരിച്ചു പോകുന്നത് നമുക്കറിയാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള നാളുകളിൽ ഈ കാര്യം തിരിച്ചറിയുകയും യഥാർത്ഥ ശത്രുവായ പിശാചിനെ ആത്മീക പോരാട്ടത്തിലൂടെയാണ് തോൽപ്പിക്കുവാൻ കഴിയുക എന്നുള്ള വസ്തുത നാം വേദപുസ്തക അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളിൽ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുകയും ദൈവവചന പഠനത്തിലൂടെയും കർത്താവിൻ്റെ മുൻപാകെ ആത്മീക പോരാട്ടത്തിൽ നാം ശത്രുവിനോട് പോരാടേണ്ടതുമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. യഥാർത്ഥ ലക്ഷ്യത്തിൽ നമ്മൾ വ്യതിചലിപ്പിക്കുവാൻ പിശാച് കൊണ്ടുവരുന്ന വസ്തുതകളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾക്കായി, ഉപദേശപരമായ കാര്യങ്ങൾക്കായി നാം തീർച്ചയായിട്ടും നിലകൊള്ളണം. അതിന് ഉചിതമായ നിലയിൽ ദൈവകൃപയിൽ നാം അതിൻ്റെ മറുപടികൾ നൽകുകയും വേണം. എന്നാൽ വ്യക്തിപരമായി നമ്മളെ തകർക്കുന്നവരോട് നാം പ്രതികരിക്കേണ്ടതില്ല. എത്രയോ ആളുകളാണ് മറ്റുള്ളവരുടെ വ്യക്തിഹത്യകൾക്ക് വിധേയരായിത്തീരുന്നത്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആളുകളെ ഉന്നം വയ്ക്കുന്ന നിരവധി ആളുകളുണ്ട്. ദൈവസന്നിധിയിൽ നേരോടെ ജീവിക്കുന്നവർക്കെതിരെ പ്രതികരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ദൈവമുൻപാകെ തങ്ങൾ മാത്രമാണ് ശരിയെന്ന് ചിന്തിച്ച് മറ്റുള്ളതിനെ എല്ലാം കുറ്റം പറയുന്ന അനേക ആളുകൾ ഈ നാളുകൾ പെരുകി വരുന്നുണ്ട്. എന്നാൽ അവരോടൊന്നും ആരും മറുപടി പറയാറില്ല. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നാം യഥാർത്ഥ ശത്രുവായ പിശാചിൻ്റെ തന്ത്രമാണ് ഇത് എന്ന് തിരിച്ചറിയുന്നു. 2, നാം അതിന് മറുപടി കൊടുക്കുവാൻ നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി വരും എന്നുള്ളത് കൊണ്ടും ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയാതെ വരും എന്നുള്ളത് കൊണ്ടും നാം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിറകെ പോകാതെ ദൈവമുൻപാകെ അത് വിടുകയും ന്യായമായി കാര്യം സമർപ്പിക്കുന്നവൻ്റെ കയ്യിൽ അത് ഏൽപ്പിക്കുകയും ചെയ്യണം. അവിടുന്ന് ശരിയായി ചെയ്തുകൊള്ളുന്ന ദൈവമാണ്. വേദപുസ്തകത്തിൽ നമുക്ക് അതിൻ്റെ മാതൃകയായിട്ട് ഹന്നായെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവമുൻപാകെ തൻ്റെ ജീവിതത്തിന് നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, പലരുടെയും തെറ്റായ നിലപാടുകളിൽ ഒരു ഭക്തനായ മനുഷ്യൻ, ഒരു ഭക്തയായ സഹോദരി പ്രതികരിക്കാതെ ഇരിക്കുമ്പോൾ ലോകവും ജഡിക വിശ്വാസിയും അതിനെ ഭീരുത്വമായി കണക്കാക്കുമെങ്കിലും സ്വർഗത്തിലെ ദൈവം അതിനെ ആത്മീക ധൈര്യമായിട്ട്, ദൈവത്തോടുള്ള സമർപ്പണമായിട്ട്, ദൈവഹിതത്തിന് വിധേയപ്പെടുന്നതായിട്ടാണ് കാണുക എന്നുള്ളത് മറക്കരുത്.
നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്ന ദൈവാത്മ പ്രേരണയിലെ പ്രബോധനം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കട്ടെ. 37 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വിശദീകരിക്കാതെ ഞാൻ പറഞ്ഞു പോകാം. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിലുണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്തു പാർത്ത് വിശ്വസ്തത ആചരിക്കാം. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ തന്നെ ആശ്രയിക്കുക, ദൈവം അത് നിവർത്തിക്കും. അവിടുന്ന് നിൻ്റെ നീതിയെ പ്രഭാതം പോലെയും നിൻ്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് ദൈവത്തിനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ഉപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തിന്മയേറിയതായിട്ടുള്ള അനുഭവങ്ങൾ തനിക്കുണ്ടായി, കൈപ്പേറിയ അനുഭവങ്ങൾ തനിക്കുണ്ടായി, എന്തെല്ലാം പ്രതികൂലങ്ങളിൽ താൻ പ്രയാസപ്പെടുന്നതായി കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവജനത്തിന് ദൈവാത്മാവ് താൻ മുഖാന്തരം തരുന്ന പ്രയോഗങ്ങൾ എത്രമാത്രം അനുഗ്രഹീതമാണ്. കർത്താവിൽ തന്നെ ആശ്രയിച്ച് നന്മ ചെയ്യുവാൻ, ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം മുഷിയാതെ ഇരുപ്പാൻ, നീതികേട് പ്രവർത്തിക്കുന്നവരോട് അസൂയപ്പെടാതിരിപ്പാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ദൈവം മുൻപാകെ സമർപ്പിക്കുവാൻ, മിണ്ടാതെ ഇരുന്ന് ദൈവത്തിനായി പ്രത്യാശിക്കുവാൻ കർത്താവ് നമുക്ക് തുടർന്നും കൃപ ചെയ്യട്ടെ. പ്രതിയോഗിയുടെ മുന്നിൽ മൗനമായിരുന്ന ഹന്നായെ സ്വർഗം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് സ്വർഗം അവൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചരിത്രവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഓർക്കണം, യഥാർത്ഥ ഭക്തർക്ക്, ആത്മികർക്ക് ലോകം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കോ ജഡിക വിശ്വാസികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കോ മുൻപിൽ എല്ലാത്തിനും ലോകപരമായി പ്രതികരിപ്പാൻ കഴിയുകയില്ല. അത് ഒരു ഉത്തമ ഭക്തൻ്റെ ലക്ഷണമാണ്, യഥാർത്ഥ രക്ഷയുടെ പ്രത്യക്ഷ ലക്ഷണമാണ്. വിസ്താരവേളകളിൽ മൗനമായി നിന്ന നമ്മുടെ കർത്താവിനെ നാം ഓർക്കണം. അവിടുന്നാണ് നമ്മുടെ ഉത്തമ മാതൃക. എന്നാൽ തീർച്ചയായിട്ടും സ്വർഗം പ്രവർത്തിക്കും. നിശബ്ദമായി തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി നിലകൊള്ളുന്നവർക്ക് വേണ്ടിയുള്ള ന്യായത്തീർപ്പ് ദൈവം നടത്തും. ഒരുപക്ഷെ ഭൂമിയിൽ വിശുദ്ധന്മാർക്ക് ചില ന്യായങ്ങൾ കിട്ടിയില്ല എന്ന് വരാം. എന്നാൽ സ്വർഗത്തിൽ ഒരു സദസ്സ് കൂടുന്നുണ്ട്. ദൈവസന്നിധിയിൽ നാം എടുക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ വരവിങ്കൽ നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ ഒരു കാലത്തും ന്യായം കിട്ടാതെ പോകുകയില്ല. ഇന്ന് കർത്താവിനായി നിലകൊള്ളുന്ന, ദൈവത്തെ പ്രതി പലതും സഹിക്കുന്ന, നിശബ്ദത പാലിക്കുന്ന, ജീവിതത്തിൽ അനേക ദുഃഖങ്ങൾ അനുഭവിച്ചു തീർക്കുന്ന ദൈവഭക്തരോട് ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങ് തളരണ്ട, അങ്ങ് തകരണ്ട. കാരണം അങ്ങയുടെ ന്യായാധിപതി അങ്ങയ്ക്കു വേണ്ടി സകലവും സഹിച്ചവനും അങ്ങയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവനും തന്നെയുമല്ല നിത്യതയിൽ അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ഹന്നായുടെ ഈ നല്ല സ്വഭാവത്തെ, പ്രതിയോഗിയായി നിലകൊണ്ട പെനീനയുടെ വളരെ മുഷിപ്പിക്കുന്ന സ്വഭാവത്തിനെതിരെ ശാന്തമായി നിലകൊണ്ട ഈ ധന്യയായ സഹോദരിയുടെ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.